സംഭവിച്ചത്. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും മറുപടി നൽകിയിരുന്നോ ഈ വിഷയത്തിൽ? വിജയകുമാർ, ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കാന്തപുരത്തെ ഉൾപ്പെടെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി കെ എ പോൾ സുപ്രീം കോടതിയിൽ നൽകിയത്. ഇന്നത് പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കെ എ പോളിനെതിരെ വിമർശനം ഉണ്ടായി. പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജികളുമായി കോടതിയെ സമീപിക്കുന്നത് എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. പിന്നീട് കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തുകൊള്ളും എന്നതും താനിപ്പോൾ ഇടപെടേണ്ടതില്ല, കെ എ പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഈ നിരീക്ഷണത്തിന്റെ കെ എ പോളിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. വിമർശനത്തോടു കൂടി തന്നെയാണ് ആ നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പിൻവലിക്കുന്നുവോ അതോ കോടതി ഇടപെട്ട് ഈ ഹർജി തള്ളട്ടെയോ എന്നായിരുന്നു ചോദിച്ചത്. എന്തായാലും നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നായിരുന്നു ആക്ഷൻ കൗൺസിൽ ഇതിന് പോളിനെതിരെയുള്ള വിമർശനമായി ഉന്നയിച്ചത്. ഇപ്പോൾ ഈ ഹർജി കെ പോളിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ആദ്യം തന്നെ കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. കെ എ പോളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത്. നിമിഷപ്രിയയുടെ പേരും പറഞ്ഞ് 8 കോടിയിലധികം പൈസ പിരിച്ച് തട്ടാൻ നോക്കിയ കെ എ പോളിന് കോടതി കൊടുത്തൊരു മറുപടിയാണ് അല്ലേ. നമുക്കറിയാം, നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇതിനകത്ത് ഇടപെടുകയും ഒരു കോളിലൂടെ സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിക്കുകയും ഒരു കോളിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ, നാളെ നടത്താനിരുന്ന വധശിക്ഷ ഒരു കോളിലൂടെ നിർത്തിവെക്കുകയും നീട്ടിവെക്കുകയും ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാന്തപുരം ഉസ്താദിനെ ഒരുപാട് ആൾക്കാർ പ്രശംസിച്ചും സപ്പോർട്ട് ചെയ്തിട്ടും മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലുപരി ഈ കാന്തപുരം ഉസ്താദിനെ സൈബർ അറ്റാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടം ആളുകൾ. ഇത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം വർഗീയവാദികൾ അല്ലേ കാന്തപുരം ഉസ്താദിനെതിരെ തിരികുകയും കാന്തപുരം ഉസ്താദ് ഇതിനൊന്നും ചെയ്തിട്ടില്ല, പുള്ളി സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, പുള്ളി കള്ളനാണ് വരെ പറയുകയുണ്ടായി അല്ലേ. അപ്പോഴും ഈ പോളെന്ന ഈ കള്ള പാസ്റ്ററെ നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്യാതെ, മനസ്സിലാക്കാതെ പോലും ചെയ്യാതെ ഒരു കൂട്ടം ആൾക്കാർ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. 1ഉം 2ഉം അല്ല, 26-ാം തീയതി, 25-ാം തീയതി, നാളെ മറ്റന്നാൾ നിമിഷപ്രിയയെ തൂക്കിലേറ്റും, ഇന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് 15-ന് തൂക്കിലേറ്റും 16-ന് തൂക്കിലേറ്റും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിട്ട് 8 കോടിയിലധികം രൂപ പിരിക്കാൻ നോക്കിയ മഹാനായ ഒരു കള്ളനാണ് ഈ പോളെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഈ നിമിഷപ്രിയയുടെ വീട്ടുകാരും ഈ ഒരു വ്യക്തിയുടെ കൂടെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിമിഷപ്രിയയുടെ വീട്ടുകാർ, നിമിഷപ്രിയയുടെ അമ്മ കരഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും നമ്മൾ മറക്കത്തില്ല അല്ലേ. നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ല. എന്നിട്ടും ഈ പോളെന്ന് പറയുന്ന ഈ കള്ളനോടൊപ്പം ഈ നിമിഷപ്രിയയുടെ വീട്ടുകാർ നിൽക്കണമെങ്കിൽ എന്തൊക്കെയോ പ്ലാനിങ് ഇവർ തമ്മിലുണ്ട് അല്ലേ. വേറൊന്നുമല്ല, പൈസ. പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പം പൈസയാണ് മെയിൻ. നിമിഷപ്രിയയ്ക്ക് തൂക്കുകയർ മേടിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും കിട്ടാനുള്ളത് ഞങ്ങളെ പോക്കറ്റിലോട്ട് കിട്ടണം എന്ന് വാശി പിടിക്കുന്ന കുറേ കള്ള ടീമുകളുണ്ട്. അതിലൊരാളാണ് ഈ പോളെന്ന് പറയുന്ന ഈ പാസ്റ്റർ. ഈ നിമിഷപ്രിയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ ഒരാൾക്ക്, കാന്തപുരം എന്ന ഉസ്താദിന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പുള്ളി അത് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. പുള്ളിയുടെ ഒരു ഫോൺ കോളിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വ്യക്തിക്കെതിരെ ഈ കള്ളപ്പോള്, ഈ പാസ്റ്റർ എന്ന് പറയുന്ന ഈ പോള് പരാതി കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കോ കാന്തപുരം ഉസ്താദിനോ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോള് പരാതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്തായി? അതാണ് നമ്മൾ ആദ്യം കണ്ടത്. കോടതിക്ക് മനസ്സിലായി ഇവിടെ ആരാണ് കള്ളനെന്ന്. 1 രൂപ പോലും മേടിക്കാതെ ഈ ഒരു കേസിൽ ഇടപെട്ട് വധശിക്ഷ നീട്ടിവെപ്പിച്ച കാന്തപുരം ഉസ്താദാണോ, അതോ 8 കോടിയിലധികം രൂപ വേണമെന്ന് പറഞ്ഞ് പിരിവ് നടത്തുന്ന ഈ പോളെന്ന് പറയുന്ന വ്യക്തിയാണോ, ഈ പാസ്റ്ററാണോ കള്ളനെന്ന് കോടതിക്ക് മനസ്സിലായി. കോടതി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാര്യം പറഞ്ഞു. ഫേമസ് ആവാനും തട്ടിപ്പ് നടത്താനും വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കാന്തപുരം ഉസ്താദിന് ഇടപെടാം, ഒരു പ്രശ്നവുമില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സിലായിക്കോണം ആരാണ് കള്ളനെന്ന് അല്ലേ. ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ ഇടപെടത്തില്ല. ഓൾറെഡി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു.
ഇനി കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് തീരുമാനിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ശരിയാണ്, പുള്ളി ചെയ്യാൻ പറ്റിയ കാര്യം പുള്ളി ചെയ്തു. ഇവിടെ കാന്തപുരം ഉസ്താദ് ഇങ്ങനൊരു നല്ലൊരു കാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനൊരു ഇടയുണ്ടായതും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസാരിക്കാനും അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കാനും ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാനെല്ലാം ഒരു സമയം കിട്ടിയതും ഈ കാന്തപുരം ഉസ്താദ് കൊണ്ട് മാത്രമാണ്. അപ്പം അതിൻ്റെ ഈഗോ വെച്ചിട്ട് ഈ ഒരു കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊണ്ട് പരാതി കൊടുത്ത പോളിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പർ 1 ഫ്രോഡാണെന്ന്, അല്ലേ? എന്ത് കള്ളനാണെന്ന് മനസ്സിലാക്കിക്കോണം. 8 കോടിയിലധികം രൂപ വേണം, ഉടനെ വധശിക്ഷ നടപ്പാക്കും എന്ന് ജനങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പൈസ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പറയുമല്ലോ, ഞാൻ പൈസ കൊടുത്തു, പൈസ വാഗ്ദാനം ചെയ്തു, അതുകൊണ്ട് വധശിക്ഷയുടെ ഡേറ്റ് നീട്ടി എന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഈ ചതിക്കുഴികളിൽ ആരും പോയി വീഴാതിരിക്കുക, 1 രൂപ പോലും കൊടുക്കാതിരിക്കുക. 1 രൂപ പോലും കൊടുക്കാതെയാണ് ഈ കാന്തപുരം ഉസ്താദ് ഈ ഒരു വധശിക്ഷ വരെ ഒരു ഫോൺ കോളിലൂടെ നീട്ടിവെച്ചെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നിമിഷപ്രിയ രക്ഷപ്പെട്ടേനെ, ഈ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ടേനെ. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തത്? ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ പേരും മതവും ജാതിയും നോക്കിയിട്ട് അദ്ദേഹത്തെ വിമർശിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിമിഷപ്രിയയുടെ ഈ ഒരു വിഷയം അവിടെ തന്നെ കിടക്കുന്നത്. അന്ന് ഇദ്ദേഹത്തെ, ഈ കാന്തപുരം ഉസ്താദിനെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിമിഷപ്രിയ ഇന്ന് കേരളത്തിൽ എത്തിയേനെ, അല്ലേ? നേരെ മറിച്ച് എന്താണ് ചെയ്തത്? നിമിഷപ്രിയയുടെ വീട്ടുകാരുൾപ്പെടെ വേണ്ട തരത്തിലുള്ള സപ്പോർട്ട് ഈ കാന്തപുരം ഉസ്താദിന് കൊടുത്തിരുന്നില്ല, അല്ലേ? നേരെ മറിച്ച് കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തി പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ഒരു വിഷയം ഭയങ്കര ഒരു വിഷയമാക്കി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി. അതുകൊണ്ട് മാത്രമാണ് തലാലിൻ്റെ കുടുംബം ഇതിനെതിരെ ശക്തമായിട്ട് വീണ്ടും മുമ്പോട്ട് വന്നത്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. കാന്തപുരം ഉസ്താദ് ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും നടക്കുമെന്ന് അറിയാവുന്ന കൊണ്ട് മാത്രമാണ് ഈ പോളെന്ന് പറയുന്ന ഈ ഒരു കള്ളൻ ഇത് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വളച്ചിട്ടതും പത്രസമ്മേളനം നടത്തി ആറാടിയതും, അല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ ഒരു നിമിഷപ്രിയ യമൻ്റെ ജയിലുകളിൽ കിടക്കുന്നത് തന്നെ. ഈ പോളെന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പോഴും വേണ്ടത് പണമാണെന്ന് നമ്മൾ ചിന്തിക്കണം. പണമല്ല, ഈ നിമിഷപ്രിയയുടെ ജീവനാണ് വലുതെങ്കിൽ ഈ വ്യക്തി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നൊരു വിശ്വാസത്തോടു കൂടി ഇറങ്ങിത്തിരിച്ച് ഈ ഒരു വ്യക്തിക്കെതിരെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കുമായിരുന്നോ? മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഒരേ സ്വരത്തിലൂടെ ഒരേ അജണ്ടയിലൂടെ വിചാരിച്ച കാര്യം എന്താണ്? നിമിഷപ്രിയയെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും. അതാണ് നോക്കിയത്. ഈ കെ പോൾ എന്ന് പറയുന്ന കള്ളൻ കേസ് കൊടുത്തതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം ഇവൻ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. എങ്ങനെയെങ്കിലും കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കി ജനങ്ങൾ കയ്യിൽ നിന്ന് കുറെ പൈസ എങ്ങനെയെങ്കിലും പിടുങ്ങുക. അതായിരുന്നു കെ പോളിന്റെ ലക്ഷ്യം. ഈ നിമിഷപ്രിയയുടെ കുടുംബവും കെ പോളും തമ്മിൽ എന്തൊക്കെയോ അന്തർധാര ഇടപാടുകൾ നിലവിലുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരൂ. എന്തിന് ഇത്രയും രൂപ പണപ്പിരിവ് നടത്തണം? ആര് പറഞ്ഞിട്ട് നടത്തണം? ആരെങ്കിലും ഈ പൈസ ആവശ്യപ്പെട്ടോ? ഇല്ല. ഈ കെ പോൾ തന്നെയാണ് ഇത് പറയുന്നത്. ഇത്രയും കോടി രൂപ വേണം നിമിഷപ്രിയയെ രക്ഷിക്കണമെങ്കിൽ, വധശിക്ഷ നീട്ടിവെക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്താൻ ഇറങ്ങിത്തിരിക്കുന്നത് ഈ വ്യക്തി തന്നെയാണ്. വേറെ ഒരാൾക്കും ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. കേന്ദ്ര ഗവൺമെന്റിന് പോലും ഇതറിയത്തില്ല, അല്ലേ? നമ്മുടെ ഭരണകൂടത്തിന് പോലും ഇതറിയത്തില്ല. അപ്പോഴാണ് എവിടെ കിടക്കുന്ന ഒരു കെ പോള് നിമിഷപ്രിയയെ രക്ഷിക്കാൻ വരുന്ന ഒരു പാസ്റ്റർ. ഒന്ന് ആലോചിച്ച് നോക്കണം. പൈസ പിരിച്ച്, അല്ലേ? എന്നാൽ 1 രൂപ പോലും പിരിക്കാതെയാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? റഹീമിന് വേണ്ടിയിട്ട് കുറേ പൈസ പിരിച്ച് തട്ടിയതുപോലെ സാമുവൽ ജെറോമും ഇപ്പോൾ കെ പോളും ഇതുപോലെ കുറേ പൈസ പിണങ്ങി മലയാളികളെ കയ്യിൽ നിന്ന് തട്ടാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവർ നിമിഷപ്രിയ എന്നൊരു വ്യക്തിയെ ഒരു പണം കായ്ക്കുന്ന മരമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. പൈസ ഇവർ അക്കൗണ്ടിലോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നിമിഷപ്രിയ ഇല്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥയാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും തിരിച്ചറിയുക. കള്ളന്മാരെ ആരൊക്കെയാണോ അവരെല്ലാം തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. അതാണ് വേണ്ടത്.
അപ്പം നിങ്ങളെല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം സി യു.